റഷ്യയുടെ ഈ സാധനം 80% വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയിൽ മുറുക്കുന്നു. അതുപോലെ വെൽ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ഏവിയോണിക് സിസ്റ്റം അതിൻ്റെ അകത്തില്ല. അതായത് പുതിയ 5th ജനറേഷൻ്റെ സംഭവം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനേക്കാൾ എല്ലാം പ്രധാനമെന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഇവരുടെ കയ്യിൽ ഏകദേശം 58 or 59 എയർക്രാഫ്റ്റ് ഉണ്ട്. അതായത് സുക്കോയ് 57. ഈ സാധനം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതായത് ഒരു വാറിൻ്റെ വെപ്പൺ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്ത് പെർഫോം ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ വന്നാൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങുകയുള്ളൂ. ഒരു ഡിസ്പ്ലേ നടത്തിക്കൊണ്ട് ഏവിയേഷൻ നടത്തിക്കൊണ്ടൊന്നും ഇത് വാങ്ങത്തൊന്നുമില്ല. കാരണം പെർഫോമൻസ് ബേസ്ഡ് ആണ് ഈ സാധനം. ഇത്രയും ഇതാൾ അവർ പറയുന്നു. അതായത് കഴിഞ്ഞ ഇടയ്ക്ക് 2025 2 എയർക്രാഫ്റ്റ് അൾജീരിയ വാങ്ങിയത്. ഇപ്പം എന്താണ് ഇന്ത്യ ഇത് പുഷ് ചെയ്യാനുള്ള കാരണം അതുകൂടെ പറഞ്ഞു തരാം. ഇന്ത്യ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ വെപ്പൺസ് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ഒരു രാജ്യമാണോ? നമ്പർ 1. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ വളരെയധികം ഈ റഷ്യൻ എക്യുപ്മെൻറ്റ്സും പഴയ വിങ് 21ഉം 29ഉം സുക്കോയ് 30M അതായത് നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് HAL പലതും നമ്മൾ സുക്കോയ് 30MKയും 29ഉം ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പഴയതായിട്ട് റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം. മൂന്നാമത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് റഷ്യൻ എക്യുപ്മെൻറ്റ്സ്. അതായത് ഈ സാധനം ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഗ്ലോബലായിട്ടുള്ള സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് പാട്ടയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു വെപ്പൺസും ഇല്ലാത്ത പ്രൊഫഷണൽ മിലിറ്ററി ഇല്ലാത്ത ഒരു രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് വാർ ചെയ്തിട്ട് ഇവർക്കൊരു പ്രോപ്പർ എഡ്ജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ റഷ്യൻ വെപ്പൺസ് പഴയ പോലെ ഇന്ത്യ വാങ്ങില്ല. ഇതാണ് അതിൻ്റെ കാരണം. അതായത് ഈ പറയുന്ന നരേന്ദ്രമോദിയും ഈ പറയുന്ന ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഓഫീഷ്യൽസ് അത്ര മണ്ടന്മാരൊന്നും അല്ല. അവരിതിൻ്റെ കീപ്പായിട്ട് പല പോയിന്റുകളും പലതും വാച്ച് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ഏവിയോണിക്സ് ഉണ്ടോ, അഡ്വാൻസ് മെക്കാനിസം ഉണ്ടോ, വെൽ ടെക്നോളജി ആണോ, ഇതൊക്കെ അവർ മോണിറ്റർ ചെയ്യും. അപ്പം അതിനുശേഷമാണ് ഇതൊക്കെ വാങ്ങുന്നത്.